തിരുവനന്തപുരം പോത്തൻകോട് കൊലപാതകത്തിൽ വയോധിക ബലാത്സംഗത്തിനിരയായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. സൂര്യഗായത്രി, ഈ വയോധിക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ഭിന്നശേഷിക്കാരിയായ വയോധിക ആണോ? അതിൽ തന്നെ ഇവരുടെ ഈ കൊലപാതകത്തിന്റെ പിറകിൽ അത് ബലാത്സംഗമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്? ഇന്ന് പുലർച്ചെ മരിച്ച തങ്കമണി ഭിന്നശേഷിക്കാരായ വയോധികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും വയോധിക ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഈ മൃതദേഹം കണ്ടെടുക്കുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള സംശയമൊക്കെ തന്നെ പോലീസിന് ഉണ്ടായിരുന്നു. അതായത് ഈ തങ്കമണിയുടെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു, മുഖത്ത് നഖം കൊണ്ടുള്ള മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു, കൂടാതെ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളടക്കം കീറിയ നിലയിലാണ് ഈ മൃതദേഹത്തെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കൊലപാതകത്തിന് പിന്നാലെ തങ്കമണിയുടെ ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് ബലാത്സംഗത്തിന് വയോധിക ഇരയായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും പ്രതിയെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോക്സോ അടക്കം നിരവധി കേസുകളിൽ പ്രതിയായ പോത്തൻകോട് സ്വദേശി തന്നെയായിട്ടുള്ള തൗഫീഖ് എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ പോലീസ് പിടികൂടിയത്. അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതി പോത്തൻകോട് എത്തിയത്. ഈ ചോദ്യം ചെയ്യലിലും താൻ തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയത് എന്ന കുറ്റം പ്രതി സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രതിയോട് അധിക ചോദ്യങ്ങൾ പോലീസ് തേടുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അതിൽ വയോധിക ബലാത്സംഗത്തിന് ഇരയായി എന്ന വിവരം കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഇനി പ്രതിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പോലീസ് അടുത്ത നടപടികളിലേക്ക് ഈ വിഷയത്തിൽ കടക്കുക. ശരി, സൂര്യഗായത്രിയാണ് ഈ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം പോത്തൻകോട് ഭിന്നശേഷിക്കാരിയായ വയോധികയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ മോഷ്ടിച്ചു എന്നുള്ള കേസിൽ അത് കൊലപാതകം മാത്രമല്ല, ബലാത്സംഗം കൂടിയുണ്ട് എന്ന് പോലീസ് പറയുന്നു. ആ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നത്.